FC ബാഴ്സലോണയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വിചാരിച്ചതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം ലാലിഗയിൽ അവരുടെ റൈവൽ ക്ലബായിട്ടുള്ള റയൽ മാഡ്രിഡ് അവർക്ക് തോന്നിയവരെയും തോന്നാത്തവരെയും ഒക്കെ അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മര്യാദയ്ക്ക് ടാർഗറ്റ് ചെയ്തിരുന്ന താരങ്ങളെ പോലും ബാഴ്സലോണയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിരിക്കുമല്ലോ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ആൻഡ് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. എന്തായാലും വേൾഡ് കപ്പിന് മുമ്പായിട്ട് സീസൺ അവസാനിച്ച സമയത്ത് തന്നെ കിഡിലൻ സൈനിങ് ആദ്യം ചെയ്തത് ഈ പറയുന്നത് പോലെ തന്നെ FC ബാഴ്സലോണ തന്നെയാണ്. അതായത് ആന്റണി ഗോർഡനെയാണ് ന്യൂ കാസിൽ യുണൈറ്റഡിൽ നിന്നും എങ്ങോട്ട് കൊണ്ടിരുന്നത്, ബാഴ്സലോണയ്ക്ക് കൊണ്ടിരുന്നത്. ആ സമയത്ത് പലവിധ ചർച്ചകളായിരുന്നു. ബാഴ്സ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ട്രാൻസ്ഫർ മാർക്കറ്റ് കത്തിക്കാൻ പോവാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നൊക്കെ ആയിരുന്നു തുടക്ക സമയത്തിലുള്ള പറച്ചിലും തള്ളലുകളും എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് സീസൺ തുടങ്ങാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ബാഴ്സയ്ക്കാകെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നത് 1, 2, 3 താരങ്ങളെ മാത്രമാണ്. അവർ നോട്ടമിട്ട പലരെയും റിയൽ മാഡ്രിഡ് അവരുടെ തട്ടകത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ മാസീവ് മാസ്കോഡ് ഐറ്റം, അതിലൊരു സംശയമില്ല. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ആന്റണി ഗോർഡനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആന്റണി ഗോർഡനെ കൊണ്ടുവന്ന സമയത്ത് അത്രമേൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും പലവിധ വിമർശനങ്ങളും ബാഴ്സലോണ ആരാധകരുടെ സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ തന്നെ റാഷ്ഫോർഡ് പോകുന്നു, ആന്റണി ഗോർഡൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ റാഷ്ഫോർഡിന് പകരക്കാരനാവാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഈ പറയുന്ന പോലെ സൈനിങ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് വേൾഡ് കപ്പ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ആ സംശയം ഒരുവിധം ആൾക്കാരിലെല്ലാം മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. കാരണം ആന്റണി ഗോർഡൻ ഈ 2026 വേൾഡ് കപ്പ് ഫോർ ഇംഗ്ലണ്ട് ഹി ഹാവ് ഷോൺ ഹിസ് ക്ലാസ്. എസ്പെഷ്യലി പുള്ളിയുടെ ഈ പറയുന്ന പോലെ ബാഴ്സയുടെ എപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഗോൾ അടിച്ചവരോ അല്ലെങ്കിൽ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയൊന്നും അല്ല, ടീമിന് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കുറച്ചും കൂടെ ഉള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിന് വേണ്ടി ചെയ്തിട്ടുള്ളതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ എന്തായാലും നമുക്ക് ബാഴ്സലോണയിൽ കാണാൻ പറ്റും. ആൻഡ് ബെസ്റ്റ് സൈനിങ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്നും കരീം അദാമിയാണ്. ആൻഡ് അവനെക്കുറിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വിങ്ങും അതുപോലെ തന്നെ കുറച്ചും കൂടെ സെൻറ്ററായിട്ടൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ്, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു താരമാണ്. ആൻഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിലെ കളികളെല്ലാം കണ്ടിട്ടുള്ളവർ, ചാമ്പ്യൻസ് ലീഗിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസും പുള്ളിയുടെ റണ്ണും പേസും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയാം അതും ഒരു നല്ല സൈനിങ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഉള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനും എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ബാഴ്സലോണ ആരാധകൻ്റെയും ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നമ്മുടെ അറ്റാക്കിംഗ് സൈഡും മിഡും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. അത്യാവശ്യമല്ല കേട്ടോ, ഗംഭീരം തന്നെയാണ്. അതായത് നമുക്ക് റഫീനയുണ്ട്, യമാലുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ ഈ കാര്യങ്ങളിലാണ് നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ നേരെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ജോ കാൻസലോ എന്തായാലും ബാഴ്സയിലേക്ക് ഒരു കൺഫർമേഷൻ സൈനിങ് ആവും എന്നുള്ളത് അറിയാം. ഇപ്പോഴത്തെ നിലവിൽ അത് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അതാവും എന്നുള്ളത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും സെൻട്രൽ ബാക്കിൽ കുബാഴ്സിയുടെ പെർഫോമൻസ് ഗംഭീരമാണ് എന്ന് പറഞ്ഞ് റൈവൽ ക്ലബ് അടക്കം കൈയടിക്കുന്ന സമയത്തും നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ബാക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. ആൻഡ് അത് ഇപ്രാവശ്യം ഈ പറയുന്ന പോലെ തന്നെ പല താരങ്ങളിലും ബാഴ്സലോണ അത് സമ്മതിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പാളിപ്പോകുന്നു, സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പാളിപ്പോകുന്നു, സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പാളിപ്പോകുന്നു. അതിനിടയിൽ ഹൂലിയൻ ആൽവാരസ് എന്ന് പറയുന്ന പ്ലെയറിനെ വാങ്ങാൻ പോകുന്നു. അതിൽ റയൽ മാഡ്രിഡ് ഒരു 20 അടി അങ്ങോട്ട് കൂട്ടുന്നു, അതിലങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയണം. സത്യം പറയല്ലോ, അതാണ് അതിൻ്റെ വാസ്തവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂലിയൻ ആൽവാരസിനെ എങ്ങനെയെങ്കിലും ക്യാമ്പിലേക്ക് കൊണ്ടുവരാമെന്ന് ബാഴ്സലോണ ഒന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ തന്നെ ഈ പെരസിൻ്റെ മറ്റേ ഇതിൽ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ട എൻ്റെ വക ഒരു കുതിരപ്പവൻ എന്ന് പറയുന്ന പോലെ പുള്ളിയും കയറി ട്രാൻസ്ഫർ മാർക്കറ്റിൽ കയറി ഒരു പൈസ വെച്ചു. ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതേ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ പറയുന്ന പോലെ തന്നെ ഹൂലിയൻ ആൽവാരസിനെ മറ്റൊരു ക്ലബിലേക്കും വിടാൻ താല്പര്യമില്ല. ഇനി വിടുകയാണെങ്കിൽ തന്നെ മറ്റ് ചില ക്ലബ്ബുകളിലേക്ക് വിട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും
എവിടേക്ക് വിടില്ല, ബാഴ്സലോണയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡ് നിൽക്കുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഹൂലിയനെ കൊണ്ടുവരും എന്ന റൂമേഴ്സ് വന്നപ്പോൾ മുതൽ അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നും ബാഴ്സയെ ട്രോൾ ചെയ്തിട്ടുള്ളവരാണ് ഈ പറയുന്ന പോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂലിയൻ്റെ കാര്യത്തിലും ഇപ്പോൾ ചോദിക്കുകയാണ് ഇത് നടക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ഒരു 70-75% ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് ബാഴ്സ കുപ്പായത്തിൽ ഹൂലിയൻ ആൽവാരസിനെ കാണാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം പല റിപ്പോർട്ടുകളും നമ്മൾ വായിച്ച് നോക്കി പോകുമ്പോൾ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് നേരിയ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതിനൊക്കെ അത്ഭുതം എന്ന് തന്നെ വിളിക്കേണ്ടി വരും അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്രമാത്രം അത്ഭുതമൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിക്കാൻ കഴിവുള്ളൊരു ടീമാണോ ബാഴ്സലോണ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി പറയും നോ, പറ്റൂല. അത് പൈസ വെച്ചാണെന്നുണ്ടെങ്കിലും ഈ കൊണ്ടുവരാനുള്ള ഈ നമ്മൾ പറയില്ലേ ആ കാര്യത്തിലുണ്ടല്ലോ, ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ഒറ്റ ക്ലബിനെ ലാലീഗയിൽ ഈ പറയുന്ന പോലെ തന്നെ ആരെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാലും പറ്റുള്ളൂ, അത് റിയൽ മാഡ്രിഡ് തന്നെയാണ്. ആ ഒരു സാധനം പെരസിന്, ഞാനത് മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, പെരസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു കിരീടം വെക്കാത്ത രാജാവ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റർ ബാക്ക്, ഈ ഹൂലിയൻ ആൽവാരസിലേക്ക് ഒരുപാട് ഫോക്കസ് പോയപ്പോൾ എനിക്ക് തോന്നുന്നു സെൻറ്റർ ബാക്കിൻ്റെ കാര്യം പലപ്പോഴും വിട്ടുപോയി. പക്ഷേ ഇപ്പോഴും പല റിപ്പോർട്ടുകൾ ആരാണ് എന്നുള്ള ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ അതിന് നേരിയൊരു കൺഫർമേഷൻ പോലും കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഈ പറയുന്നത് പോലെ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് പരീക്ഷിക്കാം, മിഡിലും ഫോർവേഡിലും ഒക്കെ അത് ഓക്കെയാണ്. പക്ഷേ സെൻറ്റർ ബാക്ക് എന്ന് പറയുന്ന ഒരു പൊസിഷൻ കഴിഞ്ഞ സീസണിൽ ലാലീഗ് അവർക്ക് അടിക്കാൻ സാധിച്ചെങ്കിൽ പോലും ചാമ്പ്യൻസ് ലീഗിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിൽ ഉണ്ടായിരുന്ന പാളിച്ചകൾ തന്നെയാണ് ബാഴ്സലോണയ്ക്ക് പറ്റിയത്. അപ്പോൾ അവർ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിച്ചിരുന്നത് ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാനാണ്. പക്ഷേ ഇതുവരേക്കും അത് ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ബാഴ്സലോണയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിന് റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയാലോ 10-ലാണെന്നുണ്ടെങ്കിൽ 6.5 മാത്രമേ കൊടുക്കുകയുള്ളൂ. കാരണം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്ന് പറയാം, എന്നാൽ ഗുഡ് എന്ന് പറയാൻ പോലും ഉള്ള ഒരു സെറ്റപ്പിലേക്കുള്ള സൈനിങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ബെൽജിയത്തിൽ നിന്നുള്ള ജെസ്സിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ലാമാസിയയിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ റിസർവ് ടീമിലേക്ക് സൈൻ ചെയ്തിട്ടുള്ള താരങ്ങളും ഒക്കെ നമുക്കുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബാഴ്സലോണയുടെ പ്രൈം ടാർഗറ്റിൽ കൊണ്ടുവരാൻ വിചാരിച്ചിരുന്ന പലരെയും കൊണ്ടുവരാൻ സാധിക്കാത്തതും, ഹൂലിയൻ ആൽവാരസിൻ്റെ സ്ഥാനത്തിൽ ഇത്രയും കൺഫ്യൂഷൻ ഉള്ളതും, അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്കിനെ ഇതുവരെയും ആരാണെന്നുള്ളൊരു കാര്യം എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ലപ്പോർട്ട് ആയിരിക്കാം എന്നുള്ളൊരു സാധ്യതകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലും ഒരു പ്യുവർ കൺഫർമേഷൻ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ നേരിയ സാധ്യതകൾ ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലീഗയിൽ വാരി കൂട്ടിയത് റിയൽ മാഡ്രിഡ് ആണ്. അത് പൈസ എറിഞ്ഞ് വാരി കൂട്ടുകയാണ് ചെയ്തത് കേട്ടോ. ഇതുവരേക്കും കഴിഞ്ഞ 2-3 സീസണുകളിലെല്ലാം നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ വലിയ പൈസ എറിയാതെയാണ്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. ബാഴ്സ വിചാരിച്ചതും അവർ വിചാരിക്കുന്നതുമായിട്ടുള്ള എല്ലാവരെയും കൊണ്ടുവരാൻ റയലിന് സാധിച്ചു. സോ ഐ തിങ്ക് ബാഴ്സലോണയ്ക്ക് ഇപ്രാവശ്യം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇനി അവസാന സമയങ്ങളിൽ ആരെയൊക്കെ കൊണ്ടുവരും എന്തൊക്കെയാണെന്ന് അറിയില്ല. നിലവിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് പോരാ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് ബാഴ്സലോണയുടെ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് സ്വാഗതയെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് കറോ. ആൻഡ് ഇതുവരെയും വീഡിയോ കണ്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ 10K അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. സോ യാ, ചിൽ കുപ്പിച്ചിൽ.